ദൂരെ കിഴക്കുദിക്കും ആ പാട്ടൊക്കെ ലാലേട്ടൻ വീണ്ടും ഓടി വരുന്നു, ഇങ്ങനെ ഓടി വരുന്നു, ആ കെട്ടിപ്പിടിക്കുന്നു, ആ സാധനമൊക്കെ കാണുമ്പോൾ അയ്യോ. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു പടം ഉണ്ടെങ്കിൽ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ അത് ഒരുപാട് ഗുണം ചെയ്യും. ഫൈറ്റ് ടൈമിൽ അവരത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അതായിരിക്കാം അതിന്റെ ഡെസ്റ്റിനി. ലാലേട്ടനെ പറ്റി നമുക്കുണ്ടാവുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ലാലേട്ടൻ പോയി ഇതൊക്കെ ചെയ്യുന്ന ഇപ്പൊ അതേ സാധനം തന്നെ അത് ദിലീപേട്ടനാണ് ചെയ്തതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വിശ്വസനീയമായിട്ടിരിക്കും നമുക്ക്. അതിൽ നിന്നാണ് ആ ത്രെഡ് കിട്ടുന്നത്. അതായത് ഗർഭിണികളായ നായികമാർ, അങ്ങനെയാണ് 5 കഥ വരുന്നത്. നീ അനുഭവിച്ചു പഠിക്കണോ അതോ എന്റെ 16 വർഷത്തെ മീഡിയ എക്സ്പീരിയൻസ് വെച്ച് പഠിക്കണോ? 16 ഇയേഴ്സ് എക്സ്പീരിയൻസ് മതി. ഇതിനൊക്കെ പ്രതികരിക്കണം എന്ന് ആദ്യം പറയുന്നത് ബാബുച്ചേട്ടനാണ്. നല്ല ചീത്ത വിളിക്കും, അങ്ങോട്ടും തിരിച്ചു വിളിക്കും. നമുക്ക് തിരിച്ചു വിളിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്, മനസ്സിലായി? അത് ആ സെൻസിലേ എടുക്കുള്ളൂ. അത് അവിടെ കഴിഞ്ഞു. പിരിഞ്ഞതൊരു മോശമായി പോയി, ഇതായി പോയി എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കില്ല ബാബുച്ചേട്ടൻ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ആയത്തോടുകൂടി പൂട്ടിക്കെട്ടാന്ന് പറയുന്നു. ബാലചേട്ടന്റെ പ്രോത്സാഹനം വരുന്നു. അത്യാവശ്യം ഈ പടം ലാഭം ഉണ്ടായി. പിന്നീട് രണ്ടാമത് വരുന്നതാണ് സക്രിയയുടെ ഗർഭിണി. അതും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അത് ആക്ച്വലി അതും ഈ പറഞ്ഞ പോലെ വേറൊരു സിനിമയായിരുന്നു. അതിനകത്ത് അത് ചെന്ന് ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആക്ടർക്ക് വർക്കായില്ല. 1-2 നടന്മാരെ കണ്ടു. അവര് പറഞ്ഞത് ശരിയാവുന്നില്ല, വർക്കാവുന്നില്ല. വീണ്ടും വന്ന് കോക്കോട്രിയിൽ ഇരിക്കുകയാണ്. ആ ഡയറക്ടറുമായിട്ട് ഞാൻ വന്ന് കോക്കോട്രിയിൽ ഇരിക്കുകയാണ്, അനീഷ് അൻവറുമായിട്ട്. കോക്കോട്രി ഇരുന്ന അതെ, എനിക്ക് അന്നത്തെ കോക്കോട്രി താഴെയായിട്ടുണ്ടായിരുന്നൊരു ഇതില്ലേ, പരമ്പര. ഇപ്പൊ താഴെ അല്ലല്ലോ, ഇപ്പൊ ഒരു മുകളിലേക്ക് ആക്കി അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയില്ല. അന്ന് എനിക്കൊന്ന് സിനിമാക്കാരൊക്കെ ഒത്തിരി പേര് അവിടെ വന്നിരുന്നു. അപ്പൊ ഞാനും അനീഷും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അനീഷിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അനീഷ ഞാനൊരു സിനിമ കണ്ടിരുന്നു, അതിന്റെ പേര് നമുക്ക് പിന്നെ ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ കണ്ടൊരു സിനിമ വാട്ട് ടു എക്സ്പെക്ട് വെൻ യു ആർ എക്സ്പെക്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സിനിമ. കുറച്ച് സ്ത്രീകൾ മാത്രമുള്ള പടമാണ്. നമുക്ക് ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ കിട്ടാനൊരു പാടുമില്ലല്ലോ. അപ്പം ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആലോചിക്കുക. അപ്പൊ ഈ വാട്ട് ടു എക്സ്പെക്ട് വെൻ യു ആർ എക്സ്പെക്ടിങ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കാൻ പറഞ്ഞു. അതിൽ നിന്നാണ് ആ ത്രെഡ് കിട്ടുന്നത്. അതായത് ഗർഭിണികളായ നായികമാർ, അങ്ങനെയാണ് 5 കഥ വരുന്നത്. പിന്നെ അനീഷ് അത് വർക്ക് ചെയ്തു. നമ്മൾ കൊടുത്തൊരു സാധനമാണെങ്കിൽ പോലും അനീഷ് അത് വർക്ക് ചെയ്ത് അനീഷ് അത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന 5 കഥകളും അതിനകത്ത് റിയൽ ലൈഫ് സ്റ്റോറീസ് ഉണ്ട്. റിയൽ ലൈഫ് സ്റ്റോറീസിൽ നിന്നാണ് ഈ 5 കഥകളും ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ സിനിമ ഉണ്ടാകുന്നത്. സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയോ? ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. നഷ്ടം ഒരു പടം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, നഷ്ടമുണ്ടായിട്ടില്ല, ലാഭം ഉണ്ടായിട്ടില്ല. നമുക്കത് ബ്രേക്ക് ഈവൻ ആയി പോയി. വിജയ് ബാബു ഫ്രൈഡേയിലേക്ക് വരുമ്പോ ആ കമ്പനിക്ക് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായോ, അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വിജയുടെ അത്രയും നാളത്തെ എക്സ്പീരിയൻസ്, അതല്ലേ എന്റെ ഏറ്റവും വലിയ. വിജയനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നീ അനുഭവിച്ചു പഠിക്കണോ അതോ എന്റെ 16 വർഷത്തെ മീഡിയ എക്സ്പീരിയൻസ് വെച്ച് പഠിക്കണോ? 16 ഇയേഴ്സ് എക്സ്പീരിയൻസ് മതി, എനിക്കത് മതി. ആ എക്സ്പീരിയൻസിനാണല്ലോ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. അത് ഫ്രൈഡേക്ക് ഗുണം ചെയ്തു ഒരുപാട്. തീർച്ചയായിട്ടും. പടങ്ങൾ എടുക്കുന്ന രീതിയിലാണെങ്കിലും ഇപ്പൊ പെരിച്ചാഴി പോലൊരു സിനിമയൊക്കെ ഞാൻ ഒരിക്കലും എടുക്കത്തില്ലായിരുന്നു. അപ്പൊ അത് വിജയ് വന്നതിന് ശേഷമാണ്. വിജയ് പറഞ്ഞു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു പടം ഉണ്ടെങ്കിൽ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ അത് ഒരുപാട് ഗുണം ചെയ്യും. ശരിയാണ്. പടം ഹിറ്റോ ഫ്ലോപ്പോ എന്നുള്ളതല്ല. അവിടെ ഫ്രൈഡേ ഫിലിം ഹൗസ് പറഞ്ഞ ബ്രാൻഡ് സീൽ ചെയ്യപ്പെട്ടത് പെരിച്ചാഴിയിലാണ്. പക്ഷെ ആ പടവും ഭയങ്കര ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ശരിക്കും അല്ലേ? എന്ത് പറ്റിയതാണ്? അത് നഷ്ടമൊന്നും ഉണ്ടായില്ല നമുക്ക്. ആ പടം വളരെ വല്ലാത്ത മോശമായ റിപ്പോർട്ടാണ് ഉണ്ടാക്കിയത്. അതെ. അത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? എന്തായിരുന്നു അതിന് പറ്റിയത് വീഴ്ച? അത് ചിലപ്പോ അതിനകത്ത് ഒരുപാട് റീസൺസ് ഉണ്ട്. പറയാൻ കൊള്ളാവുന്ന റീസൺ പറ. അത് ചിലപ്പോ നമുക്ക് ലാലേട്ടനെ പറ്റി നമുക്കുണ്ടാവുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ലാലേട്ടൻ പോയി ഇതൊക്കെ ചെയ്യുന്ന ഇപ്പൊ അതേ സാധനം തന്നെ അത് ദിലീപേട്ടനാണ് ചെയ്തതെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വിശ്വസനീയമായിട്ടിരിക്കും നമുക്ക്. അത് അവർ ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. അപ്പൊ ലാലേട്ടൻ കുറച്ചുകൂടെ സീരിയസ് കഥാപാത്രങ്ങളെയാണ് നമുക്ക്
അങ്ങനെയാണ് അത് പോർട്രേ ചെയ്തേക്കുന്നത്. പക്ഷെ ദിലീപേട്ടൻ CID മൂസയും അങ്ങനത്തെ സിനിമകൾ ചെയ്ത് ഇപ്പൊ ദിലീപേട്ടനാണ് അത് ചെയ്തിരുന്നെങ്കിൽ വേറെ രീതിയിൽ അത് വർക്കായേനെ. അത് കറക്റ്റ് ആയിരിക്കും. കാരണം ആ ഒരു പിന്നെ ഒരു ആക്ടർ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് വൺ ഓഫ് ദ ഞാൻ പറഞ്ഞത് അതല്ലാതെ ഇപ്പം ഒരു തമിഴ് ഡയറക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പൊ മലയാളത്തിന്റെ ഒരു എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഇവിടുത്തെ മലയാളി ഓഡിയൻസിനെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരൊരു തമിഴ് സ്റ്റൈൽ അതിനകത്തുണ്ട് മൊത്തത്തില്. അപ്പം അതും ഒരു റീസൺ ആണ്. ഇത് ഈ അവിശ്വസനീയമായി ചില കാര്യങ്ങൾ തോന്നി എന്നുള്ളതും, പിന്നെ നമുക്ക് രസകരമായി തോന്നിയ സാധനങ്ങൾ ആളുകൾക്ക് അത്ര രസകരമായി തോന്നിയില്ല. ലാലേട്ടന്റെ പഴയ സിനിമകൾ വെച്ച് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ അവിടെ കാണുമ്പോ ഇത് ഓൺ സ്പോട്ടിൽ ലൊക്കേഷനിൽ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, അതായത് ദൂരെ കിഴക്കുദിക്കും ആ പാട്ടൊക്കെ ലാലേട്ടൻ വീണ്ടും ഓടി വരുന്നു, ഇങ്ങനെ ഓടി വരുന്നു, ആ കെട്ടിപ്പിടിക്കുന്നു, ആ സാധനമൊക്കെ കാണുമ്പോൾ അയ്യോ നമ്മൾ ഇത്രയും നാളും പണ്ടൊക്കെ ടി വി കണ്ടിട്ടുള്ളൊരു സാധനം റിയൽ ലൈഫിൽ ലാലേട്ടൻ വീണ്ടും ചെയ്യണം നമ്മുടെ മുന്നില്. അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് വന്ന സിറ്റുവേഷൻസാ അതൊക്കെ. സിനിമ ചെയ്തത് കൊണ്ട് എന്താ പറയാ, നമുക്ക് ചില സമയങ്ങളുണ്ടല്ലോ നമുക്ക് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷനും അയ്യോ ഞാൻ ഈ ഫീൽഡിലാണല്ലോ നിക്കുന്നേ എന്ന് തോന്നിയ ചില നിമിഷങ്ങളാ അതൊക്കെ. അല്ല നേരത്തെ പറഞ്ഞ മോഹൻലാലിന്റെ ഭാര്യയുടെ ഒരു അനിയത്തിയായിട്ടൊക്കെ അഭിനയിക്കാം. അല്ല മുഖച്ചായ ഉണ്ടെന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. സുജി ചേച്ചിയുടെ കൈയൊക്കെ ഇങ്ങനെ വെച്ചപ്പോ മോഹൻലാലിനെ പോയിട്ടുണ്ട്. മോഹൻലാലിന്റെ സിനിമകളും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ അല്ലേ, മോഹൻലാലിന്റെ ഭാര്യയായിട്ടോ അനിയത്തിയായിട്ടോ ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ ഗുഡുപണി ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫ്രൈഡേ ഒന്ന് വേർപിരിയുന്നത്. രണ്ടുപേരും വഴക്കൊക്കെ ഇടിച്ചിട്ട് വലിയ വലിയ കേസുകളൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് അതൊന്നുമില്ല, നമുക്ക് പറ്റിയ തെറ്റിദ്ധാരണയാന്ന് പറഞ്ഞ് രണ്ടുപേരും വന്നു. ശരിക്കും അത് സംഭവിക്കേണ്ടതായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പോഴെങ്കിലും തിരിഞ്ഞ് ചോദിക്കുമ്പോൾ അത് പിരിയേണ്ടിയിരുന്നോ? ഇപ്പൊ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് എന്താണെന്നറിയോ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നുള്ളതാണ്. ആ സമയത്ത് അതങ്ങ് നടന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ ടേൺ എടുക്കേണ്ട സമയമുണ്ടല്ലോ. ആ ടേൺ എടുക്കേണ്ട സമയത്ത് ആ ടേൺ എടുത്തു. പക്ഷെ അത് ഇത്ര ഇങ്ങനൊരു ന്യൂസും ബഹളവും അടിപിടിയായിട്ട് പിരിയുന്നതിനോട് നമുക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. മനസ്സിലായോ? അതങ്ങനെ സംഭവിച്ചു പോയി. ചിലപ്പം ഈ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുന്നതും ഒക്കെ ആയിരിക്കാം, ഇതൊക്കെ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ നമ്മള് ഇപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാധാരണ പാർട്ട്നേഴ്സ് തമ്മിൽ ബഹളം ഉണ്ടാക്കുന്ന കാശിന്റെ കാര്യത്തിലും ഇതിന്റെ കാര്യത്തിലും നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനേ ഇല്ല. കാര്യം നമ്മൾ കുറച്ചുകൂടെ വൈഡർ വിഷൻ ആയിരുന്നു. നല്ല സിനിമകൾ ചെയ്യുക, കൂടുതൽ സിനിമകൾ ചെയ്യുക, ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ചിലപ്പോൾ നല്ലതിനായിരിക്കും, ഓരോ കാര്യങ്ങളും നടക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കാനാണ് എനിക്ക് താല്പര്യം. ആ ഒരു വേർപിരിയൽ പിന്നീട് നഷ്ടം ഉണ്ടാക്കിയോ എന്നുള്ള ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് ചിലപ്പം ആളുകൾ നോക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതിനേക്കാൾ വലിയ ലാഭങ്ങൾ നമ്മൾ ഏറ്റവും വാല്യൂ ചെയ്യുന്നു എന്ന് തോന്നുന്ന വേറെയും ലാഭങ്ങളും നമുക്കും ഉണ്ടായിട്ടുണ്ടാവാം. മനസ്സിലായോ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഫാമിലിയും എൻ്റെ മക്കളും അതൊക്കെ തന്നെയാണ് എനിക്ക് കുഞ്ഞിലെ മുതലേ ഏറ്റവും ആഗ്രഹം. ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ ഇപ്പൊ ചോദിക്കൂലേ വലുതാവുമ്പോ ആരാവണം എന്താവണം. എനിക്ക് പണ്ട് കാവ്യൊക്കെ ഇത് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരിക്കലും ഇങ്ങനെ ഒരു ലൈം ലൈറ്റിലേക്ക് വരുമെന്നോ ഞാനൊരു ബിസിനസ് ചെയ്യുമെന്നോ ഇങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഞാൻ ഓർത്തിട്ടുമില്ല. ഇതൊക്കെ എന്തോ ഒരു അതായിരിക്കാം. പിന്നെ കാര്യം ഞാൻ ആഗ്രഹിച്ചേക്കുന്നത് ഒരു കുടുംബിനിയായി ഇരിക്കുക എന്നുള്ളതാണ്. ഫ്രൈഡേയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണ് അതെല്ലാം കിട്ടിയതെന്നാണ് എല്ലാം കിട്ടിയെന്നല്ല. ഇപ്പൊ ഫ്രൈഡേയിലായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു ഫെയിം, എനിക്ക് കിട്ടിയ പൈസ, ഇപ്പം നമ്മുടെ ഒരു നല്ല സുവർണ കാലം ആണല്ലോ അത് അല്ലെ. ആ 20s തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ലൈഫിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലെത്തി. അതായത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ, ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു അറിയപ്പെടുന്ന നിർമ്മാതാവ് എന്നുള്ളൊരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അതൊക്കെ ഫ്രൈഡേ ഫിലിം ഹൗസ് കൊണ്ടുണ്ടായതാണ്. അതൊന്നും നിരാകരിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാ മനുഷ്യർക്കും എല്ലാം ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് വേണം, അടുത്തതിലേക്ക്. എന്തായിരുന്നു പിരിയാനുള്ള ഒരു കാരണം? എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. അതൊരു തെറ്റിദ്ധാരണയാണ്. അത് കഴിഞ്ഞപ്പോ മാറിയത്.
പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് അതായത് എപ്പോഴും ഇങ്ങനെ ചില കഴുകന്മാരുണ്ടാവുമല്ലോ ചുറ്റും. എപ്പോഴാണൊരു ഇത് ആ റൈറ്റ് ടൈമിൽ അവരത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അതായിരിക്കാം അതിന്റെ ഡെസ്റ്റിനി. അന്ന് നമ്മളതിന് മോശമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല വിജയം ഓക്കെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞതൊരു മോശമായി പോയി ഇതായി പോയി എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കില്ല. എനിക്കറിയില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല അതിനുശേഷം. ഇനി ഒത്തുചേരുവോ ഫ്രൈഡേ? ഒരിക്കലും ഇല്ല. വൺസ് നമ്മളൊരു കാര്യം കഴിഞ്ഞ പിന്നെ അതിലേക്ക് വീണ്ടും പോവുക അത് ശരിയായ കാര്യം. അല്ല, ആലോചിക്കണം, ഈ ആട് പോലുള്ളൊരു സിനിമ ഫ്രൈഡേയിൽ ചെയ്തതാണ്. അതിന്റെ 2 ചെയ്ത പക്ഷെ ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ തന്നെ, പക്ഷെ പിന്നെ വിജയ് ബാബു അപ്പം ചോദിച്ചിരുന്നു അത് ചെയ്യട്ടെ എന്ന്, അങ്ങനെ കൺസെന്റ് ഒക്കെ വാങ്ങിച്ചിരുന്നു? ഇല്ല, എന്നോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ആട് 3 അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു അനൗൺസ് ചെയ്യാൻ പോവാണ്, ആട് 3 അനൗൺസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ അതിനൊരു വിജയം വന്നപ്പം നഷ്ടപ്പെട്ടെന്നുള്ള വിഷമമൊന്നുമില്ല? ഇല്ല, എനിക്കെന്തിനാ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളോട് വഴക്കിട്ട് പോയ മക്കളാണേലും അവര് നന്നായി കാണാനല്ലോ പേരൻസ് ആഗ്രഹിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് എൻ്റെ ബേബിയാണ്. അപ്പൊ അത് എപ്പോഴും അത് എവിടെ പോയാലും അത് നന്നായിരിക്കാനേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. അതൊക്കെ നല്ല മനസ്സാണ്, അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. ഒരുപക്ഷെ മനുഷ്യനെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതികളാണ് മനുഷ്യനെ സക്സസ്ഫുൾ ആക്കുന്നത്, അല്ലെ? സക്സസ്ഫുൾ ആക്കുന്നത് മാത്രമല്ല സമാധാനമായിട്ട് ഇരുത്തുന്നത്. സാന്ദ്രയുടെ മിക്കവാറും സിനിമകളിൽ ബാബുരാജ് ഒരു പ്രധാന ആക്ടറാണ്. എന്തുകൊണ്ടാണത്? അതങ്ങനെ കറങ്ങി തിരിഞ്ഞു തോന്നുന്നത്. ബാബു ചേട്ടനെ ഞാനായിട്ട് കാസ്റ്റ് ചെയ്ത ഒരു പടത്തിലേ ഉള്ളൂ, പെരിച്ചാഴി. പെരിച്ചാഴിയിൽ അത് ബാബു ചേട്ടൻ ഏതോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ തീരുമാനിച്ചു ബാബു ചേട്ടനെ അതിനകത്ത് വെക്കണമെന്നുള്ളത്. അപ്പം രണ്ട് ഇതായിരുന്നു, ബാബു ചേട്ടനും ഉണ്ടായിരുന്നു, ജോജു ഉണ്ടായിരുന്നു. ഇതിൽ ആരെങ്കിലും ഒരാളെ വെക്കണം എന്നുള്ള ഇതിലായിരുന്നു. അപ്പം ഡയറക്ടറുടെ പ്രിഫറൻസ് ബാബു ചേട്ടനായിരുന്നു. അപ്പം നമുക്ക് ആക്ച്വലി ജോജു ആയാലും ഓക്കെയാണ്, അങ്ങനെയായിരുന്നു നമ്മൾ. അപ്പം ഡയറക്ടർ പറഞ്ഞു ബാബു ചേട്ടൻ മതി, അപ്പൊ തമിഴ്നാട്ടിലും ഒക്കെ അറിയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ദൈവം ഇതൊക്കെ മീഡിയ കൂടെ പറയാവോന്ന് എനിക്കറിയില്ല. അപ്പം ഞാനൊരു ഉദ്ഘാടനത്തിന് പോയി, ഒരു പരിപാടി, വലിയ പരിപാടി തൃശ്ശൂര്. അപ്പൊ ആ പരിപാടിക്ക് ഞാനും ഭാവനയും സനൂഷയും ഉണ്ടായിരുന്നു. ഞാനും ഭാവനയും സനൂഷയും ബാബുചേട്ടന് വരുന്ന പരിപാടിക്ക്. ഈ പരിപാടി കഴിഞ്ഞപ്പം ബാബുചേട്ടൻ എറണാകുളത്തേക്കാണല്ലോ, ഞാനും എറണാകുളത്തേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബാബുചേട്ടാ ഞാൻ എൻ്റെ വണ്ടി ഞാൻ ബാബുചേട്ടൻ്റെ കൂടെ വണ്ടി കയറി. എന്നിട്ട് ഞങ്ങളിങ്ങനെ കാഷ്വലി സംസാരിച്ചൊക്കെ. അപ്പൊ നമ്മൾ സ്റ്റേജിലിരുന്ന് കുറച്ചു നേരം സംസാരിച്ചു, അടുത്ത പടം അപ്പൊ ഇങ്ങനെ മോഹൻലാലിന്റെ പടമാണ് പെരിച്ചാഴി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇറങ്ങുന്ന വഴിക്ക് ബാബുചേട്ടൻ എറണാകുളത്തേക്കല്ലേ എൻ്റെ കൂടെ പോരെ, നമ്മുടെ വണ്ടി പോവാ, ശരി ഓക്കെ. അപ്പൊ ഞാൻ ബാബുചേട്ടൻ്റെ കൂടെ വണ്ടി കയറി. കയറിയിട്ട് അപ്പം ബാബുചേട്ടൻ എന്നോട് ബാബുചേട്ടന് ഇത് വേണം. അപ്പം ഞാൻ ബാബുചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്ങനെ അതിനകത്ത് കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് കഴിഞ്ഞു ബാബുചേട്ടാ. അപ്പൊ ആരൊക്കെ എന്നത് അജു ജോജു എങ്ങനെയൊക്കെ. അപ്പം ബാബുചേട്ടൻ ഓ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഡയറക്ടർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കാണ് ബാബുചേട്ടൻ നമ്മളത് പറഞ്ഞിട്ടില്ല, വില പിടിച്ചിരിക്കുകയാണ്. ഞാൻ ബാബുചേട്ടൻ എന്നെ വെക്കാം ഞാനാണ് ലാലേട്ടന്റെ കൂടെ കുറെ നാളായി ഒരു പടം ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അതായതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ബാബുചേട്ടൻ ആ പടത്തില് അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല നിലാവുള്ള രാത്രിയിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് പറയുക, ഈ ലിറ്റിൽ ഹാർട്സ് ആണ് ആദ്യം കേൾക്കുന്നത്. ലിറ്റിൽ ഹാർട്സ് കേട്ട് ലിറ്റിൽ ഹാർട്സിലാണ് ബാബുചേട്ടൻ വരുന്നത്. അതെ അതെ ബാബുചേട്ടനാണ്. അപ്പൊ ലിറ്റിൽ ഹാർട്സ് ചെയ്യാനായിട്ട് ഇതിരിക്കുന്നു. അപ്പം ബാബുചേട്ടൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. രാവിലെ എന്നും നടയടിയുണ്ട് എനിക്ക് രാവിലെ. അപ്പം ബാബുചേട്ടൻ വിളിച്ചിട്ട് എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല നിലാവുള്ള രാത്രിയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് പറ്റിയ റോളൊന്നും ഇല്ലേ അത്. അപ്പം ഞാൻ പറഞ്ഞു ബാബുചേട്ടൻ എൻ്റെ ഏജ് ഗ്രൂപ്പിന് പറ്റിയതല്ല, അപ്പം കുറച്ചുകൂടെ ഒരു 40s ആൾക്കാരുടെയാണ്, അപ്പൊ ബാബുചേട്ടന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ബാബുചേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ക്യാരക്ടറിൽ പ്രശാന്ത് ആയിരുന്നു ചെയ്യാനിരുന്നത്. അപ്പൊ അത് മാറിക്കഴിഞ്ഞപ്പം പ്രശാന്ത് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വിച്ച് ചെയ്തു. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ക്യാരക്ടർ അവിടെ ഒരു ഏജ് ഇച്ചിരി മാറിയാലും കുഴപ്പമില്ല, ഒരു സീനിയർ ആക്കാം എന്നുള്ള ലെവലിൽ വന്നപ്പോൾ ഞാൻ ബാബുചേട്ടനോട് ബാബുചേട്ടാ ഓടി വരൂ എന്ന് പറഞ്ഞപ്പോൾ ബാബുചേട്ടൻ വന്നു, കഥ കേട്ടു. അപ്പൊ അങ്ങനെയാണ് നല്ല നിലാവുള്ള രാത്രി വരുന്നത്.
ലിറ്റിൽ ഹാർട്സ് പിന്നെ ആദ്യമേ ലിറ്റിൽ ഹാർട്സ് ആണ് വന്നതുകൊണ്ട് ലിറ്റിൽ ഹാർട്സ്. സാന്ദ്ര തോമസിന്റെ ഒരു കമ്പനി ആർട്ടിസ്റ്റ് ആണ്. കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പക്ഷെ എനിക്ക് അതെ എനിക്ക് ഭയങ്കര എനിക്ക് വഴക്ക് പറയാം, എനിക്ക് ദേഷ്യം വന്നാൽ എന്റെ ദേഷ്യം തീർക്കാം ഒക്കെ പറ്റും. ബാബുചേട്ടൻ എന്നെ നല്ല ചീത്ത വിളിക്കും, അങ്ങോട്ടും തിരിച്ചു വിളിക്കും. നമുക്ക് തിരിച്ചു വിളിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്, മനസ്സിലായി. അത് ആ സെൻസിലേ എടുക്കുള്ളൂ, അത് അവിടെ കഴിഞ്ഞു ബാബുചേട്ടൻ. അപ്പൊ ഈ സിനിമ ഇങ്ങനെ ഓടാതിരുന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോ ബാബുവായിട്ട് സംസാരിച്ചിരുന്നു ഈ ലിറ്റിൽ ഹേർട്സിന്റെ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത്? ബാബുചേട്ടൻ എല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ എന്നോട് പ്രതികരിക്കണം, ഇതിനൊക്കെ പ്രതികരിക്കണം എന്ന് ആദ്യം പറയുന്നത് ബാബുചേട്ടനാണ്. എന്തുകൊണ്ടാണ് ഇതിപ്പോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും അല്ലല്ല, അത് ബാബുരാജനെ അറിയാന്ന് എനിക്കറിയാം. അദ്ദേഹം അമ്മയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഇഷ്ടം, അത് പുറത്താരും അറിയില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ കലഹിക്കുകയും അതിനുവേണ്ടി റൈറ്റ്സിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നത് ബാബുരാജാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബാബുചേട്ടനോടാണ് സത്യത്തിൽ ഞാനിത് ഏറ്റവും ആദ്യം പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞപ്പോ ബാബുചേട്ടൻ ഇമ്മീഡിയറ്റ്ലി എന്നോട് പറഞ്ഞത്, സാൻഡ്ര ഇതിനൊക്കെ വേണം പ്രതികരിക്കാൻ, ഇത് പ്രതികരിക്കണം, ഇത് വിട്ടുകൊടുക്കരുത്, അവരാരാണെന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കരുത്, പ്രതികരിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു വേണ്ട ബാബുചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെയും കാര്യം എനിക്കിത് നമ്മളിത് എത്ര പ്രതികരിച്ചാലും ഈ പാമ്പിനെ തല്ലിവിടുന്നത് പോലെയാണ്. അപ്പൊ പ്രതികരിച്ചാൽ ഇതെങ്ങും എത്താൻ പോകുന്നില്ല. അപ്പൊ വെറുതെ നമ്മളെ കുറ്റക്കാരിയാക്കും, അത് വാദിയെ പ്രതിയാക്കുന്ന കാലമാണല്ലോ. അപ്പൊ അത് വേണ്ടെന്നൊക്കെ പറഞ്ഞു. ബാബുചേട്ടനാണ് എന്നോട് പിന്നീടും ബാബുചേട്ടൻ എന്നോട് പറഞ്ഞു, സാൻഡ്ര ഇതൊക്കെയാണ് പ്രതികരിക്കേണ്ടത്, ഇതിനൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വന്ന് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശരി. ഞാൻ ആ ഒരു പ്രചോദനം ബാബുരാജനാണ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ബാബുചേട്ടൻ എന്നോട് ശക്തമായി പ്രതികരിക്കാൻ പറഞ്ഞിരുന്നു. അച്ഛന്റെ ആഗ്രഹം സിനിമയിൽ എത്തണം എന്നായിരുന്നു. പക്ഷെ അത് സാന്ദ്രയായിട്ട് ചെയ്തു കൊടുത്തു. പല സിനിമകളിലും ചെറുതല്ലാത്ത വേഷങ്ങൾ, അതെ സക്രിയയുടെ ഗർഭിണിയിൽ പെട്ടെന്ന് ഓർക്കുന്നു അല്ലേ, അത് അച്ഛൻ ഹാപ്പിയാണല്ലേ ആ രീതിയിൽ അങ്ങനെ വേഷങ്ങളൊക്കെ ചെയ്താൽ? ഞാനിപ്പോ ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് വന്നില്ലേ, അതിലവര് ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളുടെ മകൾ അത്രയും ധൈര്യമായിട്ട് മുന്നോട്ട് വന്നല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അങ്ങനത്തെ എന്റെ ചെറിയ ചെറിയ അക്കോംപ്ലിഷ്മെന്റ്സിൽ വരെ ഭയങ്കര പ്രൗഡ് ആവുന്ന ആളുകളാണ് അവര്, മനസ്സിലായി. സ്ത്രീകൾ മുന്നോട്ട്, പെൺകുട്ടിയാണെന്ന് വെച്ച് പുറകോട്ട് മാറരുത് എന്ന് കുഞ്ഞിലെ മുതലേ ഞങ്ങള് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ പ്രതികരിക്കണം. നമുക്ക് എന്ത് ദോഷം സംഭവിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ശരിയല്ല, നമ്മുടെ മനസാക്ഷിയോടാണ് നമ്മള്, അവിടെയാണ് നമ്മുടെ കോടതി എന്നാണ് പപ്പയും മമ്മിയും ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എല്ലാരും നമ്മളോട് ചോദിക്കും, കൂടെ ഉള്ളവര് അല്ലെ പേരൻസ് എല്ലാരും അവരിത് തന്നെയാണോ പറയുന്നത്, അവര് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണോ പറയുന്നത്? ശരിക്കും അവരാണ് ഏറ്റവും മുന്നോട്ട് വരണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്നത്. അച്ഛനെ കുറിച്ച് മാത്രമേ, അമ്മയെ കുറിച്ച് അമ്മയും അങ്ങനെ തന്നെയാണ്. അമ്മയും അങ്ങനെയാണ്. എന്റെ ശരിക്കും കോട്ടയത്താണ് അല്ലേ, തിരുവല്ല, കാഞ്ഞിരപ്പള്ളി അച്ചായൻ. അപ്പൊ ആ ഒരു സ്വഭാവം കാണിക്കും അല്ലേ, സ്ട്രോങ് ആണ് അവര്. പപ്പയും മമ്മിയും അതെ, രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ വാല്യൂസ് ഉള്ള ആൾക്കാരാണ്. കുട്ടനാട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ അവർ കണ്ടതാണ്, ഒരുപാട് ഒഴുകി പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും വലിയ വിഷയങ്ങളല്ല, ഇതൊക്കെ കൂളായിട്ട് എടുക്കും അവര്. അപ്പൊ രണ്ടിന്റെ മിക്സഡാ മറ്റേത്. പിന്നെ മാത്രല്ല നമുക്കൊരു അവരെനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഈ മമ്മിക്ക് 18 വയസ്സും പപ്പയ്ക്ക് 21 വയസ്സും ഉള്ളപ്പോൾ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളും ഉണ്ടായി. പിന്നെ ഞങ്ങളുമായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കുഞ്ഞിലേ മുതലേ, മനസ്സിലായത്. ഒരു അപ്പൻ അമ്മ എന്നതിലപ്പുറത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാനിപ്പോ പപ്പേനെ എന്തെല്ലാം പറയും, ഞാൻ പപ്പയും മമ്മീനെയും പറയും, പക്ഷെ എന്ന് വെച്ചാൽ റെസ്പെക്ട് ഇല്ലായില്ല. റെസ്പെക്ട് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. വീട്ടിലൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങളോടും കൂടെ ചോദിച്ചിട്ടേ എടുക്കുള്ളൂ. സാന്ദ്ര ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു നല്ല കുടുംബം അല്ലേ കിട്ടി. അവരോട് മാത്രമല്ല നല്ല കുട്ടികൾ, 2 കുഞ്ഞു മക്കള്, ഇരട്ട കുട്ടികള് അല്ലേ, അവരൊക്കെ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് സാന്ദ്ര സിനിമയിൽ നിന്നൊക്കെ അല്പം വിട്ടുമാറി കുടുംബത്തിലേക്ക് വന്ന് പിന്നെ നമ്മൾ കാണുന്ന എല്ലാം ഈ ആ കുഞ്ഞുങ്ങളെ യൂട്യൂബിന്റെ ബഹളമായിരുന്നു. അന്ന് ആ കുട്ടികളെ മണ്ണി കളിപ്പിക്കുന്ന, അതിനെ ആ പ്രകൃതിയോടൊക്കെ ഇണക്കി ചേർത്ത് ഇന്നുണ്ട്. പക്ഷെ ആ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മള് ഒരു എല്ലാ വെള്ളിയാഴ്ചയും പിള്ളേരെ അവിടെ കൊണ്ടുപോകും. അതെ, അവരെ രണ്ടുപേരുടെയും പാദങ്ങൾ പതിപ്പിച്ച് വെച്ച എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നി? നമുക്കാണെങ്കിലും കുഞ്ഞിലത്തെ നമ്മുടെ ഒരു ഫോട്ടോ കാണുമ്പോ അല്ലെ ഒരു വീഡിയോ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമല്ലേ കാണുമ്പോ. ഇതിപ്പോ ഒരു വലിയ കുറച്ച് ഒരു 10-50 വയസ്സായി കഴിഞ്ഞ് അവരുടെ കുഞ്ഞ് കാലി കാണുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ആലോചിച്ചേക്ക്.
അത് എടുക്കണമെന്ന് പറഞ്ഞ് ചെയ്താണോ അത്? അതെ ഞാൻ എടുത്ത വീഡിയോസ് പോലും അതൊരു ആൽബമാണ്. ആ ആൽബമാണ്. അവർക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കാണാം. ഇപ്പോഴും അവരിടയ്ക്ക് ഇപ്പൊ കുറച്ചു നേരമൊക്കെ TV വെച്ചു കൊടുക്കും. അപ്പം ഹേ സിറി വിളിച്ചിട്ട് സൂപ്പർ നാച്ചുറൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ വീഡിയോ കാണാൻ ഇഷ്ടമാണ്. കാര്യം അവരാ കൊഞ്ചി വർത്താനം പറയുന്നതും അവരുടെ നാക്ക് തിരിഞ്ഞു വരുന്ന ഒരു സമയമാണല്ലോ അത്. ഇപ്പൊ എന്ത് ചെയ്യുന്നവര്? ഇപ്പൊ രണ്ടുപേരും കാണുന്നില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയി രണ്ടുപേരും അല്ലേ? എവിടെയാ പഠിക്കുന്നത്? കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ. ശരി, അവർക്ക് അഭിനയത്തോടൊക്കെ താല്പര്യം ഉണ്ടോ? പക്ഷെ നല്ല രീതിയിൽ നാടകമുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ സിനിമയിൽ വിട്ടാ നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ടുപേർക്കും ഒരാൾക്ക് ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര താല്പര്യമാണ്, നല്ലതായിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ നിന്നൊക്കെ എടുത്ത് അതിന്റെ മോഡൊക്കെ മാറ്റി കളറൊക്കെ കുൽസു. ഒറിജിനൽ പേര് കുൽസു തന്നെയാണ്? അല്ല, കെൻഡൽ എന്നാണ്. ഉമ്മുക്കുൽസു എന്നാണ്. കെൻഡൽ. മറ്റേ പേര് ഉമ്മിണിത്തങ്ക, കേറ്റ്ലിൻ. ഉമ്മുക്കുൽസു എന്നുള്ള പേര് എനിക്കൊരു ഇഷ്ടമുള്ള പേരായിരുന്നു. അങ്ങനെയാണ് ഉമ്മുക്കുൽസു ആദ്യം. രണ്ടും സിനിമയിലുള്ള പേരറിയാം. ഉമ്മിണിത്തങ്ക സിനിമയുണ്ട്, അതെനിക്ക്. ഉമ്മുക്കുൽസു എന്ന് പറയുന്നത് ഒരു സിനിമയില് വിജയരാജന്റെ മകളുടെ പേര് ഉമ്മുക്കുൽസു അങ്ങനെ ഉണ്ടോ? FIR എന്താ പേര് പടം ഓർക്കുന്നില്ല. എനിക്ക് കുൽസു എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമായിരുന്നു, ഉമ്മുക്കുൽസു. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു പേരായതുകൊണ്ട് അത് ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഇവളിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. തീരെ കുഞ്ഞായിരുന്നു, അപ്പൊ ഒരു 10 ദിവസമൊക്കെ ആയപ്പോ. അപ്പൊ നീ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കൊള്ളാലോ ഈ പേര്. അപ്പൊ ഞാൻ അടുത്തൊരു ഡിഫറെന്റ് പേരാണല്ലോ. ഇവർക്ക് എന്തായാലും ഒഫീഷ്യൽ നെയിം കേറ്റ്ലിൻ സാൻഡ്ര വിൽസൺ, കെൻഡൽ സാൻഡ്ര വിൽസൺ എന്നൊക്കെ ഭയങ്കര ഒരു ഇംഗ്ലീഷ് നെയിമാണ്. അപ്പം അതൊരു നാടൻ പേരിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഉമ്മുക്കുൽസു ഇടുന്നത്. ഉമ്മുക്കുൽസു ഇട്ടപ്പോ അടുത്ത ആൾക്ക് എന്തിടും എന്നാലോചിച്ചപ്പോഴാണ് എനിക്ക് ഉമ്മിണിത്തങ്ക, തങ്കം, തങ്ക എന്ന് വിളിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തങ്കം എന്നാക്കി. അവരാണ് ഇപ്പം ജീവിതത്തിൽ ഏറ്റവും വലിയ അല്ലേ? അവരുമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരിക്കും. അവരുടെ മാത്രം ലോകം, അവരുടെ അത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അവരുമുണ്ട്. അതായത് എന്താ പറയാ, ഫാമിലിയും ഉണ്ട്, മക്കളും ഉണ്ട്, യാത്രകളും ഉണ്ട്, പേരൻസും ഉണ്ട്. അവർക്ക് 2 ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തും അവർക്ക് ടൈം കൊടുക്കാറുണ്ട്. അതായത് അവര് എല്ലാവരുടെ കൂടെ എല്ലാം അറിഞ്ഞ് വളരണം എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ അവര് മാത്രമല്ല, ഞാനും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാണ് ഇതെല്ലാം. അപ്പം അതിന്റെ കൂടെ സിനിമ ചെയ്യുന്നത് എല്ലാം നമുക്ക് വേണം. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എല്ലാത്തിലും നമ്മൾ ഒരു കാര്യത്തിലേക്കായിട്ട് ഒതുങ്ങിക്കൂടരുത് എന്നെനിക്കുണ്ട്. ഇപ്പൊ ഓക്കെ, കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഭർത്താവിന്റെ മക്കളുടെ മാത്രം കാര്യം നോക്കിയിരിക്കാം എന്നുള്ളതിൽ അതും ഞാൻ തയ്യാറല്ല. പുതിയ പ്രൊജക്ടുകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ ഒരു പ്രോജക്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ വർഷം ഉണ്ടാവോ? ഇല്ല, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം. ആരാണ് സംവിധായകൻ? രഞ്ജൻ പ്രമോദ്. അടുത്ത വർഷം അത് ഉണ്ടാകും. സിനിമ ഉണ്ടാകട്ടെ. ജീവിതം ഇതിനെക്കാട്ടിയും വലിയ വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആശംസകൾ. താങ്ക് യു.